ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. രാമ 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 രാമപാദം ശരണി മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ശരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ദൈവമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം വായിക്കാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് നമുക്ക് ഒന്നുകൂടെ കയറ്റി വായിക്കാം. ഇവിടെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാട് കുമാരുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെ അല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ഈ വിരാട് കുമാനാണ് ഈ ലോകം നിറഞ്ഞിരിക്കുന്ന ചരാചരങ്ങളെല്ലാം ചേർന്നതാണ് വിരാട് കുമാൻ. ദേവമാനുഷ തിരക്യോനി ജാതികൾ ബഹുസ്ഥാപന ജംഗൗഹ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ഭഗവാന്റെ മായാ ഗുണം, ത്വന്മായ പരമാത്മാവിൻ്റെ മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചാണ് ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കൂ രജോ ഗുണ ആശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. ഇപ്പോൾ ഈ ലോകം സൃഷ്ടിക്കാൻ നമ്മളെല്ലാം ഈ ലോകത്തിൽ ആരെല്ലാം ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അതൊക്കെ സൃഷ്ടിക്കാൻ രജോ ഗുണം എടുത്ത് നാഭിയിൽ നിന്ന് ആരാ ഉണ്ടായത്? ബ്രഹ്മാവ്. പരമാത്മാവായ നാരായണൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഈ ലോകത്തെ എല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി. സത്വമാ ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ സത്വ ഗുണമെടുത്ത് വിഷ്ണു ഈ സൃഷ്ടിച്ച ജീവജാലങ്ങളെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ വിഷ്ണുവായിട്ട് സത്വമാ ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ശിവൻ രുദ്രൻ. അത് തമോ ഗുണമെടുത്ത് എല്ലാത്തിനെയും ലയിപ്പിക്കുക, സംഹരിക്കുക. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അഭിയനല്ലോ നാഥ. ഇത് ശ്രീരാമനോട് ആരാ ഇത് പറയുന്നേ? അഗസ്ത്യ മഹാമുനി. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇവിടെ ആരാ നിവൃത്തൻ? ഈശ്വരൻ പരമാത്മാവ് ഇതൊക്കെ ചെയ്യിക്കുന്നു. ഈശ്വരൻ നിവൃത്തനാണ്. ഒരു ജോലി കർമ്മങ്ങളില്ലാത്തതുകൊണ്ടാണ് നിവൃത്തൻ, ഒന്നിലും കർമ്മങ്ങളില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ, എല്ലാത്തിനും സാക്ഷിയാകുന്നു. എന്തിവിടെ നടക്കുന്നു അതെല്ലാം സാക്ഷിയായി നിൽക്കും. പക്ഷേ ചെയ്യിക്കുന്നതെല്ലാം ആരാ? ത്രിഗുണം എടുത്ത അമ്മ ചിന്മയി മഹാമായ. അതാണ് അതുപോലെ ഇത് പറയും. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ. അതായത് ഈ ലോകം ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഭഗവാൻ ഒന്ന് ഇച്ഛിച്ച് പരമാത്മാവ് പരബ്രഹ്മമൂർത്തി, അതായത് ഈ പരമാത്മാവ് മനസ്സിലൊന്ന് ഇച്ഛിച്ചു. മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. ആ പരമാത്മാവിൻ്റെ മായ അത് സന്തോഷത്തോടെ അംഗീകരിച്ചു.
അത് ചെയ്യാനായിട്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് സൃഷ്ടിക്കണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ മഹാമായായിരിക്കുന്ന ആ അമ്മ മോദമോടെ അത് അംഗീകരിച്ചു, ആ ജോലി ഏറ്റെടുത്തു. അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സാക്ഷിയായി നിൽക്കുന്നത് ആരാ? പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം അതെല്ലാം നിവർത്തിച്ച് കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നില്ലേ? അതുപോലെ. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലേ? ഒരു പുരുഷൻ ചില ആണുങ്ങൾ വീട്ടിലെ ഒരു പണിയും ചെയ്യത്തില്ല, എല്ലാം ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ചിന്തിച്ചാൽ മതി. ഭഗവാൻ എല്ലാം അമ്മയെ കൊണ്ട്, ആ മഹാമായായിരിക്കുന്ന ചിന്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഒരു ജോലിയും ഈ പിതാവിനില്ല. അതുകൊണ്ടാണ് യാതൊരു കാലം, അത് എന്നോ ഒരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. അപ്പോൾ അത് സന്തോഷത്തോടെ മോദമോടെ അവൾ ആരായി? അമ്മ മായ അത് അംഗീകരിച്ചു. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ. അത് കാരണം ഗുണവാനെ പോലെയായി. കാരണം എന്താ? ത്രിഗുണങ്ങളില്ലാത്ത ആളാ, നിർഗുണവനാണ്. എന്നാൽ അതുകൊണ്ട് ഇവിടെ ഗുണവാനെ പോലെയായി ആയെന്നല്ല, പോലേന്നാ. എന്താ കാരണം? ഇതൊക്കെ ചെയ്യിക്കാൻ ഒരു ഇച്ഛ കൊടുത്ത്, ഒരു ആഗ്രഹം വന്ന്, അപ്പോൾ അത് കർമ്മമല്ലേ? ഇത് ഈ ലോകം സൃഷ്ടിക്കണമെന്ന് ഇച്ഛിക്കുന്നതും കർമ്മമാണ്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും കർമ്മം തന്നെയാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ഒന്ന് ഇച്ഛിച്ചത് കൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഗുണവാനെ പോലെയായി ഭഗവാൻ. അല്ലെങ്കിൽ ത്രിഗുണങ്ങളില്ല, ഗുണത്തിനെല്ലാം അതീതനാണ്. കർമ്മങ്ങളുണ്ടെങ്കിലേ ഗുണമുള്ളൂ. കർമ്മങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിർഗുണൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അറിവിനൊത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് കാരണം ഇങ്ങനെ ഇച്ഛിച്ചത് കൊണ്ട് അമ്മ അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ ആ ഇച്ഛ വന്നത് കൊണ്ട് ഇവിടെ തന്മൂലം അത് കാരണം ഭഗവാൻ ഗുണവാനെ പോലെയായി എന്നാണ്. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. അപ്പം ഭഗവാന്റെ മഹാമായ രണ്ട് വിധമായി വന്നു. ഒരേ ഒരു അമ്മ തന്നെ, പക്ഷേ രണ്ട് സ്വഭാവം. ദേവി ഒന്ന് തന്നെയാ, രണ്ട് സ്വഭാവം എന്നാണ്. അത് നമുക്ക് എന്താണെന്നറിയാം. വിദ്യയും അവിദ്യയും. അപ്പോൾ രണ്ടായില്ലേ? ഒന്ന് അജ്ഞാനം, വിദ്യ ഇല്ലാത്തത്, അവിദ്യ. ഒന്ന് വിദ്യ, അറിവുള്ളത്. ഈ ഒരു അമ്മ തന്നെ രണ്ട് സ്വഭാവമായി. അതാ ഈ ലോകം, പ്രപഞ്ചം അവിദ്യയാണ്. അതാ അവിടെ ഈ അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടായിട്ട് വേണം നമുക്ക് ഇവിടെ കരകയറാം. ഇത് ദുരിതാബ്ധിയാണ്. ഈ പ്രപഞ്ചം ദുരിതാബ്ധി, എപ്പോഴും നന്മ തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായി. ഒന്നല്ല രണ്ട് എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും നന്മയും തിന്മയും ഇത് ഇടകലർന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുരിതാബ്ധി എന്ന് പറയുന്നത്, സംസാര സാഗരം. അപ്പോൾ ഇവിടെ അത് അവിദ്യയാണ്. അതെന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്. നമ്മൾ ജനിച്ച് ഭൂമിയിലേക്ക് വരുമ്പം തന്നെ നമുക്ക് അറിവുണ്ടാകുന്നില്ല. അതൊരു ഗുരുമുഖത്തെന്നോ ആരെങ്കിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അറിവ് നേടി ഇവിടം ഇതിൽ നിന്നെല്ലാം കവിഞ്ഞ് നമ്മൾക്ക് യഥാർത്ഥ ഒരു ജ്ഞാനം ഉണ്ടായി. ഇതിലെല്ലാം എന്താ പറയുക, ത്യജിച്ച് ഇതൊക്കെ നശിക്കുന്നതാണ് നമ്മൾ അറിവുണ്ടാകുന്നത്. എങ്ങനെയാണ്? അറിയുമ്പോഴാണ്, അത് പഠിക്കുമ്പോഴാണ്. അതുവരെ നമ്മളിവിടെ അജ്ഞാനിയായിട്ട് തന്നെ ഇവിടെ കിടക്കുക. അങ്ങനെ എത്രയോ പേര് ഇപ്പോഴും അജ്ഞാനത്തിൽ കിടന്ന് മൂടിക്കിടക്കുക. ആർക്കും ഒന്നും അറിയാത്ത എത്രയോ പേരുണ്ട്. നേരം വെളുക്കുമ്പോൾ വല്ലതും അന്വേഷിച്ചുകൊണ്ട് വരണം, വേവിക്കണം, മൃഗങ്ങളെ പോലെ. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലും പഠിച്ചാൽ മാത്രമേ അറിവുണ്ടാവൂ. ഈ ലോക ജീവിതത്തിലെ അറിവും നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും പണ്ടൊക്കെ ഗുരുകുലത്തിൽ പഠിക്കുന്ന പോലെ എന്തെങ്കിലും എല്ലാം പഠിക്കാം. എങ്ങനെയായാലും അറിവ് നമ്മൾ സമ്പാദിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ തന്നെയാണ്. അത് പ്രപഞ്ചം അങ്ങനെയാണ്, അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് മഹാത്മാക്കൾ ഇതിനെ ഇങ്ങനെ തരം തിരിച്ചേക്കുന്നത്. കാരണം ഇവിടെ അവിദ്യയും വിദ്യയും. അതുകൊണ്ട് തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ത്വന്മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ മഹാമായ രണ്ട് വിധമായി പ്രവർത്തിക്കുന്നു. വിദ്യയും അവിദ്യ. അതാണ് വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. നിവൃത്തി നിരതന്മാർ വെച്ചാൽ എന്താണ്? മഹാത്മാക്കൾ നിവൃത്തി വന്നവരാണ്. ഈ ലോകത്തിൽ നിന്നെല്ലാം ത്യജിച്ച് ഇതെല്ലാം മറികടന്നവരാണ് മഹാത്മാക്കൾ. അതാണ് നിവൃത്തി. വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ കർമ്മം ചെയ്തിരിക്കുന്നവർക്ക് നിവൃത്തിയാവല്ലോ. നമ്മൾ ഇതിൽ നിന്ന് നിവൃത്തി നേടണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നിവൃത്തി, എല്ലാ കർമ്മങ്ങളെല്ലാം എന്താ വരണം? കർമ്മഫലങ്ങളെല്ലാം അവസാനിക്കണം. അത് എങ്ങനെ സംഭവിക്കും? ഭഗവത് ഭക്തനായി എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് നമ്മുടെ കർമ്മത്തിന് ആഗ്രഹിക്കാത്ത കർമ്മങ്ങൾ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്ത് വന്നെങ്കിലേ നമുക്ക് നിവൃത്തനാവാൻ പറ്റൂ. നമ്മൾ ആഗ്രഹിച്ച ഒരു കർമ്മം ചെയ്ത് ഇപ്പോൾ ഈ രാമായണം തന്നെ എനിക്ക് വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചെടുത്താൽ നമുക്ക് ഇനി അടുത്തൊരു ജന്മം ജനിച്ചേ പറ്റും. ആഗ്രഹമാണത്.
അതുപോലെ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമായാലും നമുക്ക് ആഗ്രഹമുണ്ടോ, ഇതിപ്പോൾ എനിക്ക് നാളെ ഇടണം, മക്കൾക്ക് കേൾപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണോ ഞാൻ എടുക്കുന്നത്, അതിനെനിക്ക് നിവൃത്തി വരാതെ ഞാനങ്ങ് മരിച്ചു പോയാൽ ഇതിനെയൊക്കെ അവസാനിപ്പിച്ചിട്ട് എല്ലാം ത്യജിച്ച് നിവൃത്തി വന്നാൽ മാത്രമേ ജന്മം എടുക്കാതിരിക്കൂ. ഇതിനി എപ്പോൾ അവസാനിപ്പിക്കുന്നു എന്ന് എനിക്കൊരു പിടി കിട്ടുന്നത്. എൻ്റെ മനസ്സ് പറയണ്ടേ, ഈ മനസ്സിൽ വന്നല്ലേ എനിക്ക് പറ്റൂ നിർത്താൻ. മനസ്സ് വരട്ടെ, അതുവരെ തുടങ്ങും. ഈ മനസ്സ് നിർത്താനുള്ള മനസ്സ് വരാത്തത്തോളം കാലം ഞാൻ വീണ്ടും ജനിച്ചേ പറ്റൂ. അതിന് യാതൊരു തടസ്സവും വരത്തില്ല. എന്ത് കർമ്മവും അങ്ങനെയാണ് കിടക്കുന്നത്, വാസനയാണ്. എനിക്കിപ്പോൾ ഇത് ഇനിയും നാളെ ഇടണം ചിന്ത കിടക്കുന്നു. മക്കൾക്ക് അല്ലെങ്കിൽ തന്നെ മക്കളെല്ലാം അങ്ങ് മതിയാക്കണം. ഇനി അവരൊക്കെ മടുത്ത് ഞാൻ മതിയാക്കാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു മക്കളായാലും അവർ ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, എപ്പോഴാണ് എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതെങ്ങനെ തുടങ്ങി, ഉള്ളിലെ വേദന, അതുപോലെ എനിക്കൊരു വേദന വരട്ടെ, അപ്പം ഞാനങ്ങ് നിർത്തും. അത്രയേ ഉള്ളൂ. അത് ഈശ്വരനാണ് ഇതിനെല്ലാം ചെയ്യിക്കുന്നത്. ഞാനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ, എല്ലാം പരമാത്മാവ് ചെയ്യിക്കുന്നു. എപ്പം ഭഗവാൻ പറയുന്നു എൻ്റെ ഉള്ളിൽ വരും. അത് പറയുന്നത് വെച്ചാൽ എൻ്റെ ഉള്ളിലറിയാം. അപ്പോൾ ഒരു വെപ്രാളം വേറെ മതിയാക്കണുള്ള അപ്പം നമുക്കറിയാം ഇത് നിർത്താനാ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ വേദന വന്നത്, എനിക്കപ്പോഴും ഇവിടുന്ന് ഇറങ്ങിയൊക്കെ പോയി ഭാഗത്തൊക്കെ വായിക്കണം എടുക്കണം അപ്പോൾ അങ്ങനെ ആശ്വാസം കിട്ടി. അപ്പോഴേ ഇതാ ഇതിൻ്റെ കാരണമെന്ന്. അതുപോലെ ഒരു കാരണം വരട്ടെ, അപ്പോഴേ നിർത്തും. അത്രയേ ഉള്ളൂ. അതുവരെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ജന്മം ജനിക്കാനാണെന്ന് അറിയാനൊക്കെ ഇതിൻ്റെ ബാക്കി എടുക്കാൻ. അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും തന്നെ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല. ഇത് എപ്പോൾ നിർത്താൻ പരമാത്മാവ് മൂളുന്നു എൻ്റെ ഉള്ളിലത് അറിയാം. അതുവരെ ഇങ്ങനെ തുടരും. എനിക്ക് വയ്യാതെ വരട്ടെ. അതുകൊണ്ടിവിടെ രണ്ടവസ്ഥയാണ് അമ്മയ്ക്ക്, മഹാമായയ്ക്ക്. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ വിദ്യ എന്നല്ലോ. അപ്പം വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. അപ്പോൾ ഇവിടെ വിദ്യയും അവിദ്യയും എന്ന് രണ്ട് രീതിയായി. അത് വിദ്യ എന്നല്ലോ, വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ അവിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. അപ്പം നിവൃത്തി വന്ന നിരതന്മാർ മഹാത്മാക്കൾക്ക് ഈ ലോകത്തിലുള്ള സർവ്വകർമ്മങ്ങളും നിവൃത്തി വന്നു. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവർ പരമാത്മാവിനെ പോലെ നിർഗുണാത്മാവായി തീർന്നു. അവർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം. അപ്പം അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനികളായിട്ട് വർത്തിച്ചിടുന്ന ജനങ്ങൾ. ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർ പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. അപ്പം അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം, പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. അപ്പം ഇവിടെ പ്രവൃത്തിയും നിവൃത്തിയാണ് ഇതിൻ്റെ വ്യത്യാസം. അറിവില്ലായ്മ കൊണ്ട് എന്ത് വരും, പ്രവൃത്തിയോടെ ഉണ്ടാകും. എപ്പോഴും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഒരു തടസ്സമില്ലാതെ അങ്ങ് പോകും. ഒരിക്കലും അവരുടെ കർമ്മത്തിൻ്റെ ആഗ്രഹം തീരാതെ, അതാണ് അജ്ഞാനം. ഒരിക്കലും തീരുന്നില്ല, അതാണ് അവർ പ്രവൃത്തി. എന്നാൽ വിദ്യയുള്ളവർ അവൻ്റെ നിവൃത്തന്മാരാകും. ഇതെല്ലാം മുക്തിയാകണം. ജീവൻ മുക്തൻ എന്ന് പറയത്തില്ലേ, അത്. അപ്പോൾ അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം, പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭേദം ഇതേ ഉള്ളൂ. ഒന്ന് നിവൃത്തി, ഒന്ന് പ്രവൃത്തി. ഒന്ന് കർമ്മം ചെയ്യാതെ എല്ലാം നിവർത്തി വന്നു. ഒരു കർമ്മവും അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഒന്നിനും ചെയ്തില്ലെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെന്ന് വെച്ചാൽ എല്ലാം നിന്നും വിടുവിച്ചു കഴിഞ്ഞു. ഈ ലോകത്തുള്ള സർവ്വതും വിടുവിച്ചു കഴിഞ്ഞു. അവർക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ ഭഗവാൻ പരമാത്മാവിനെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ അല്പം ചിന്തിച്ചു, ഇച്ഛിച്ചു ഇവിടെ സൃഷ്ടി നടത്തുന്നത്. ആ ഒരു കർമ്മത്തിൻ്റെ ഒരു അല്പം, അതുകൊണ്ടാണ് തന്മൂലം ഗുണവാനെ പോലെയായി എന്ന് പറഞ്ഞത്. ഭഗവാന്റെ കാര്യം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം, പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരുള്ളവർ വിദ്യാത്മകന്മാർ. അപ്പോൾ ഇവിടെ വിദ്യാത്മകന്മാരുടെ ലക്ഷണം എന്താണ്? വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി. വിദ്യ ഉള്ളവർ അങ്ങനെയാവും. വിദ്യ ഇല്ലാത്തൊരു സമന്മാരാവുന്ന എങ്ങനെയാണ്? ഏറ്റക്കുറച്ചില. ദുഃഖം വരുമ്പോൾ അങ്ങ് ദുഃഖത്തിൽ കിടന്ന് വലയും, സുഖം വരുമ്പോൾ സുഖത്തിൽ കിടന്ന് സന്തോഷിക്കും. അവർക്ക് ഇങ്ങനെ ഈ ലോകം എങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേ അങ്ങിരിക്കും. അതേസമയം വേദാന്ത വാക്യാർത്ഥ വേദികൾ എന്ത് ചെയ്യും? സമന്മാരായി. ദുഃഖത്തിലും സുഖത്തിലും അവർക്ക് ഒരേ മനസ്സാണ്. അവർക്ക് ഒന്നിലും ഏറ്റക്കുറച്ചില്ല, എപ്പോഴും ഒരേ അവസ്ഥയാണ് അവർക്ക്. അതുകൊണ്ട് വേദാന്ത വാക്യാർത്ഥ വേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവരാണ് വിദ്യാത്മകന്മാർ. അപ്പം വിദ്യ കൊണ്ട് മനസ്സിലാകാമേ. അപ്പോൾ അമ്മയ്ക്ക് രണ്ടവസ്ഥയുണ്ട്. നമ്മുടെ മഹാമായായിരിക്കുന്ന അമ്മയ്ക്ക്, പരമാത്മാവിൻ്റെ ഭാര്യയായ ഈ ദേവിക്ക്, ഭഗവതിക്ക് രണ്ടവസ്ഥയുണ്ട്. അത് ഒരവസ്ഥ മഹാത്മാക്കളുടെ വിദ്യയാണ്. അതാണ് വേദാന്ത വാക്യാർത്ഥ വേദികളായി. ഇതൊക്കെ എല്ലാം സന്തോഷമായിട്ട് ഇതെല്ലാം പഠിച്ച് ഇതങ്ങ് ആയിത്തീരുന്നു.
അവർ അഹം ബ്രഹ്മാസ്മിയായി മാറുന്നു. അങ്ങനെ ഉള്ളവരാണ് അങ്ങനെ പരമാത്മാവിൽ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. പിന്നെ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. അങ്ങനെയുള്ള മഹാത്മാക്കൾ തത്വജ്ഞന്മാർ എന്ത് പറയുന്നു? അവിദ്യാവശന്മാർ, വിദ്യയില്ലാത്ത അജ്ഞാനികളാണ്. നിത്യ സംസാരികൾ അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. എപ്പോഴും അവരെ പറയുന്നത് എന്താണ്? അവിദ്യാജ്ഞാനികൾ, മൂഢന്മാരെന്ന് പറയുന്നു. കാരണം ഈ ലോകത്ത് നിന്ന് അവർക്ക് കരകയറാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു വിദ്യയും ഇല്ല. എന്ത് വിദ്യയാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വന്നിട്ടില്ല. ഇതൊക്കെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ആകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് വരും? അറിവില്ലാത്തതിനാണ് മൂഢനെന്നും അജ്ഞാനികളെന്നൊക്കെ പറയുന്നത്. അതാണ് അവിദ്യ. അവിദ്യ വെച്ചാൽ വിദ്യ ഇല്ലാത്തത്. അവിദ്യാവശകന്മാർ. ഈ ലോക വിദ്യയുടെ കാര്യമല്ല ഇത്, ആധ്യാത്മികത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നത്. അല്ലാതെ BA MA കാര്യമല്ല പറയുന്നത്. അത് നമ്മുടെ ജീവിതമാർഗ്ഗങ്ങളാതൊക്കെ. അന്നന്ന് നമുക്ക് എന്തെങ്കിലും തൊഴിലുണ്ടാക്കാനും അതാണ് ഈ ലോകത്തുള്ള പാഠങ്ങൾ. ഇത് അതിനകത്ത് വരുന്നതല്ല. ഇത് ആധ്യാത്മിക വെച്ചാൽ ഈശ്വരൻ നമ്മൾ ആരാണെന്ന് അറിയുന്നതാണ്. ഇതൊക്കെ നമ്മൾ തന്നെയാണ്, ഈശ്വരാംശങ്ങളാണെന്ന് ഇതൊക്കെ എല്ലാം ഇത് പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ആരാണെന്ന്. അതുകൊണ്ട് അതുവരെ നമ്മളിങ്ങനെ അജ്ഞാനികളായി തന്നെ കിടക്കും, അറിവില്ലായ്മ കൊണ്ട്. അതുകൊണ്ട് വിദ്യ ഇല്ലാത്തവർ നിത്യസംസാരികൾ. ദിവസേന ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഈ ദുരിതം പിടിച്ച ഈ ജീവിതം ഇത് തന്നെ അവസാനിക്കും. വീണ്ടും അടുത്ത ജന്മം ശരീരം എടുക്കും. വീണ്ടും ഇതുപോലെ ദുരിതാബ്ധി കിടന്ന് കഷ്ടപ്പെട്ട് അവർക്കുള്ള വിചാരം ഇതാണ്, ഇങ്ങനെയാണ് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത്. അറിവില്ല. അത് എത്ര അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അവരുടെ മനസ്സിലോട്ട് കയറത്തുമില്ല. അവരാഗ്രഹിക്കുന്നില്ല. അവരതിന് പ്രത്യേകം വാസന വന്നെങ്കിലേ അവരത് ചിന്തിക്കാനൊക്കെ. അത് ഈശ്വരനും കൂടെ വിചാരിക്കണം. അതുവരെ അവരിങ്ങനെ കിടക്കും. എത്ര ജന്മം ജനിച്ചാലും മരിച്ചാലും ഇത് അവിദ്യയിൽ നിന്ന് മുന്നോട്ട് വിദ്യ കിട്ടാൻ പാടാണ്, പറ്റത്തില്ല. അവർ ചിന്തിക്കണം. അതുകൊണ്ട് പാദഭക്തന്മാരായുള്ള വിദ്യാത്മകന്മാരാണ് ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും ഇത് അറിഞ്ഞറിഞ്ഞിരിക്കുന്നവർ. അല്ലാത്തവർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. എപ്പോഴും ഞാനും അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഒട്ടും പോലും അറിയാത്തവർ മൃഗത്തിന് തുല്യം. അവർ തിന്നും കുടിച്ചും ജീവിച്ചും ഉറങ്ങിയും അങ്ങനെ നിത്യേന നേരം വെളുക്കുന്നു, രാത്രി വരെ അധ്വാനിക്കുന്നു, രാത്രി ഉറങ്ങുന്നു. മൃഗങ്ങൾ എങ്ങനെയൊക്കെയോ അതുപോലൊക്കെ അവരങ്ങ് കഴിഞ്ഞു കൂടുന്നു. അവസാനം വയസ്സാകുമ്പോൾ എന്തൊന്നാലും അവരങ്ങ് മരിക്കും. അങ്ങനെ കുമിള പൊട്ടുന്നതിൽ എപ്പോഴും പോകാം. അങ്ങനെ പോകുന്നു, ഒന്നും അറിയുന്നില്ല. അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ശരീരം അങ്ങ് പോകുന്നു. വീണ്ടും അടുത്തൊരു ശരീരം എടുക്കുന്നു. ചിലപ്പോൾ മൃഗങ്ങളായിട്ടും വരാം, ഈച്ചയായിട്ടും പുഴുവായിട്ടും ഒക്കെ വരികയും ചെയ്യാം. അത് പ്രവൃത്തി പോലിരിക്കും. അതുകൊണ്ട് ഇതാണ് ഇവിടെ രണ്ടവസ്ഥ അമ്മയ്ക്ക്, മഹാമായയ്ക്ക്. വിദ്യാഭ്യാസൈക രഥന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. വിദ്യാഭ്യാസൈക രഥന്മാരായ ജനങ്ങളെ, ആത്മവിദ്യ അഭ്യസിക്കുന്നതിൽ തന്നെ മുഴുകിയവർ. ആത്മവിദ്യക്കൊരു എന്താ പറയാത്, അതൊരു പ്രത്യേക അനുഭൂതിയാണ് മക്കളെ. അത് കിട്ടാൻ വലിയ പാടാണ്. വിദ്യാഭ്യാസൈകരഥന്മാരായ അത്രയ്ക്കങ്ങ് അതിലങ്ങ് ഇഴുകിച്ചേർന്നൊരു ഒരു എന്താണ് പറയുന്നത്, ഒരു നിർവൃതി, അതൊരു പ്രത്യേക അനുഭൂതി. അത് ആത്മവിദ്യ അഭ്യസിക്കുന്നതിൽ തന്നെ മുഴുകിയിരിക്കുക. എത്ര വായിച്ചാലും പഠിച്ചാലും നമുക്ക് തികയത്തില്ല. അതാണ് അതിൻ്റേതായ എന്താ പറയുന്നേ, അത് ഒരിക്കലും അത് മടുക്കത്തില്ല. എത്ര നേരം വായിച്ചുകൊണ്ടിരുന്നാലും അത് അത്രമാത്രം ആനന്ദമുള്ള ഒരു കാര്യം, നമ്മുടെ ആനന്ദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസൈക രഥന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന്. അതാ നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റ് ഈ ലോകത്തിലേക്കുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ലവലേശം പോലും കാണത്തില്ല. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അനത്തി കുടിക്കും. അത് ശരീരത്തിനെ നോക്കുന്നില്ല, ശരീരം ക്ഷീണിക്കുന്നത് നോക്കുന്നില്ല. അതിൻ്റെ അനുസരിച്ച് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അത് നേരത്തെ കൊണ്ട് ഇന്നെനിക്ക് നാളെ എനിക്ക് എന്നതെല്ലാം വെച്ച് കഴിക്കണം, അങ്ങനെ ചിന്തയില്ല. അപ്പോഴ് വിശപ്പൊരു എന്താ അത് കണ്ടത്, അതുപോലെ ദൈവം അതിൻ്റെ വഴി തന്നിരിക്കും. എന്താ നമ്മുടെ ആവശ്യം. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നിത്യമുക്തന്മാരെന്നാണ് പറയുന്നത്, ഈ തത്വജ്ഞന്മാർ പറയുന്നത്. കാരണം ഈ ലോകത്തുള്ള ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല. ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ പോകണം, അങ്ങനെ ചിന്തയെല്ലാം ഒഴിഞ്ഞിട്ട് മുക്തൻ, അതിൽ നിന്നെല്ലാം എല്ലാ കർമ്മത്തിൽ നിന്നെല്ലാം മുക്തി നേടിയ ആളാണ് നിത്യമുക്തനും ജീവൻ മുക്തനെന്നും പറയാം. ജീവൻ മുക്തൻ എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ മറ്റ് ചിന്തയിലിട്ട് പോകാത്ത അത് മുക്തനാണ്. അത് ജീവൻ മുക്തൻ. മരിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ മുക്തനായി കഴിഞ്ഞു. അങ്ങനെ ആയി ഈശ്വരകൃപ തേടുന്ന ഒരാൾ പിന്നെ ഒന്നിലേക്കും ആഗ്രഹം വരത്തില്ല. എന്താ കാരണം? അമൃത് കഴിച്ചിട്ട് നമ്മൾ അമേധ്യം കഴിക്കൂ. അതാ എൻ്റെ കാരണം.
നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഇപ്പം ഇത് എനിക്കൊരു ആനന്ദമാണിത്. ഈ ആനന്ദം കഴിഞ്ഞിട്ട് ഞാൻ വേറൊന്നിലേക്ക് പോകാൻ മനസ്സ് പറയും. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഇപ്പം എന്താ പറയുക, ഇപ്പം ടി വിയിലൊരു സീരിയലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഈ ജനങ്ങൾ ഈ അജ്ഞാനികൾക്ക് അതൊക്കെയാണല്ലോ പ്രധാനം. നാടകങ്ങൾ, സിനിമകൾ, ഇതൊക്കെയാണല്ലോ. അത് നമുക്ക് അങ്ങനെ തോന്നും. മനസ്സിനകത്ത് എന്തെങ്കിലും അതിന് താല്പര്യം ഉണ്ടാവത്തില്ല. ഉണ്ടെങ്കിൽ വേണ്ടേ അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാനിവിടെ ടി വി തുറന്നിട്ട് 4 വർഷത്തോളമായി. ഒന്നും കാണാം. എന്തെങ്കിലും കാണുന്നത് തന്നെ യൂട്യൂബിൽ കൂടെ നമ്മൾ ഈ ലോകത്തിലെ ദുഷ്ടങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അത് നീക്കി വെക്കുമ്പോൾ അത് കാണാൻ ചിലപ്പോൾ മൃഗങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങൾ അതൊക്കെ ചിലപ്പോൾ ഒന്ന് കണ്ടെന്നിരിക്കും. അല്ലാതെ ഒരു സീരിയലോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഇങ്ങനെ കോമഡിയോ ഇതൊന്നും കാണാൻ ഞാൻ താല്പര്യപ്പെടുത്തേ ഇല്ല. കാരണം എനിക്കതൊക്കെ കഴിഞ്ഞു പോയി. ഇഷ്ടമേ അല്ല. ടി വി പോലും ഇപ്പോൾ തുറക്കുകയില്ല. വാർത്ത പോലും ഇതിനകത്ത് നമ്മൾ ലോകത്തിൽ എന്തെങ്കിലും കാണുന്നെങ്കിൽ അപ്പോഴൊന്ന് വെച്ച് അത് അപ്പോഴേ മാറ്റും. ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഒരു ലോക കാര്യമല്ലേ, അന്ന് കേട്ടൊന്നും ഇരിക്കും. ഇപ്പം എന്താ സമാധിയുടെയൊക്കെ, ഗോപൻ സ്വാമിയുടെ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ ഭക്തന്മാരുടെ പല കാര്യങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ ഞാൻ കാണും. എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നു, ഞാനതൊക്കെ കാണും. അങ്ങനെയുള്ളൂ. അല്ലാതെ ഈ ലോകത്തിലുള്ള മറ്റ് കാര്യങ്ങൾ, സിനിമ പോലുള്ള, സീരിയൽ പോലുള്ള നാടകങ്ങൾ, ഇങ്ങനെയുള്ള കോമഡികൾ ഇതൊന്നും തന്നെ കാണത്തില്ല. ഇഷ്ടമല്ല. അതാണ് ജീവൻ മുക്തനാവുന്നതിൻ്റെ സ്വഭാവം അങ്ങനെയാ. കാരണം ഈ ലോകത്തിലേക്ക് അവർക്ക് താല്പര്യം വരത്തില്ല. ഈ പുരാണങ്ങൾ എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര വായിച്ചാലും നമുക്ക് മുഴുക്കത്തില്ല. അതിലാണ് ആനന്ദം. അപ്പം എന്താ, വിദ്യാഭ്യാസൈക രഥന്മാരായ ജനങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് വിദ്യാഭ്യാസൈക രഥൻ. അത്രമാത്രം ആനന്ദം, അത് ലയം. അങ്ങനെയുള്ള ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ആര് ചൊല്ലുന്നു? തത്വജ്ഞന്മാർ, നല്ല മഹാത്മാക്കൾ, അറിവുള്ളവർ. തത്വജ്ഞന്മാർ വെച്ചാൽ നല്ല വിദ്വാൻമാർ, ബുധന്മാർ. അവരങ്ങനെയാണ് പറയുന്നത്, നിത്യമുക്തന്മാരാണെന്ന്. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ ത്വന്മന്ത്രം, പരമാത്മാവിൻ്റെ മന്ത്രം ഉപാസകം. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമ ശിവ, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ഉപാസിക്കുമല്ലോ. നിരന്തരം നമുക്കിങ്ങനെ ഭഗവാൻ തന്നെ ഓം എന്നും പറഞ്ഞിരുന്നോ എന്തെങ്കിലും മന്ത്രങ്ങളോ ഉപാസന എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. അതാണ് ത്വന്മന്ത്രോ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുണ്ട്, മറ്റ് ചിന്തകളേ ഇല്ലാതെ. അപ്പോഴെന്ത് വരും? ത്വന്മന്ത്രോ ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. നിർമ്മലയായ വിദ്യ, അതെന്തൊരു വിദ്യയാ? ആത്മവിദ്യ. അത് ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ മക്കൾ ചോദിക്കത്തില്ലേ, അമ്മ ഇതൊക്കെ എങ്ങനെയാ പഠിക്കാതെ, ഇതൊക്കെ എങ്ങനെയാണ് ഇടുന്നത്? കുറച്ചൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എങ്ങനെ അറിയാം? കുറേ വായിച്ച ശീലം. പക്ഷേ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ഊഹിച്ച് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരിയും തെറ്റോ, എനിക്കത് വിശ്വാസമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ താനേ സംഭവിച്ചിടും. അതാ കാരണം. നമ്മളെ ഉള്ളിൽ അങ്ങനെ നമുക്കറിയാം ഇതവിടെ അത് വരാം. ഇപ്പം തന്നെ എന്തോ ഒരു കാരണം, ഇന്നലെ പിന്നെ എന്തോ ഈ ഭാഗവത്തിൽ കറ്റുകാൽ കുളമ്പിന് തുല്യമായി കിടന്നിടാം. അത് പശുക്കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ കുളമ്പ് തനിയെ പോകും. അപ്പം നമ്മുടെ പാപങ്ങൾ ഈശ്വരാരാധന കൊണ്ട് തനിയെ പോകും, ഒരു കുഴപ്പമില്ലാതെ പോകും. അങ്ങനെ അത് നമുക്ക് ഊഹിച്ച് നമ്മൾ പറയുന്നതാ, അറിഞ്ഞിട്ട് പറയുന്നതല്ല. അവിടെ ഞാനപ്പോൾ ചിന്തിക്കും, ഇവിടെ കറ്റുകാൽ കുളമ്പിന് പശുക്കുട്ടിയുടെ കുളമ്പിന് വരാൻ യാതൊരു കാരണവുമില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചു ഇവിടെ പറയുന്നത്? ഇവിടെ ഉദാഹരണം കൊടുക്കുന്നത് എന്താണെന്ന് ചിന്തിക്കും. അതിൻ്റെ കുളമ്പിന് ബലമില്ല, അത് തന്നെ. അപ്പം നമ്മുടെ ഈ അവിടുത്തെ സംബോധന എന്താണ്? ഒരു ഭക്തൻ്റെ കറകൾ, പാപങ്ങളെല്ലാം തനിയെ ഭക്തി വർദ്ധിക്കുമ്പം തനിയെ പോകും. അപ്പോൾ ഒരു പശുക്കുഞ്ഞിൻ്റെ കാലിലെ കുളമ്പിൻ്റെ ഇത് പോകുന്നത് പോലെ ആരും പ്രയത്നിക്കേണ്ട, തന്നെ അങ്ങ് പോകുക. അതുപോലെ നമ്മുടെ പ്രാർത്ഥന പരമാത്മാവിലോട്ട് ലയിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകി അങ്ങ് പോകും. ആരും അത് ഉദ്ധരിച്ച് എടുത്തു കളയേണ്ട, തനിയെ അങ്ങ് ഒഴുകി പൊക്കോളും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താ കാരണം? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ബോധിപ്പിച്ച് തരുന്നതാ. അതാ ഇതിൽ കിടക്കുന്ന നിർമ്മല ത്വന്മന്ത്രോ ഉപാസകന്മാരായുള്ള അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് അത് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. അത് ഒരുപാട് കാരണങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ രാമായണമൊക്കെ ഇത് തുടങ്ങിയിട്ടാണ് ഈ രാമായണമൊക്കെ ഞാൻ എടുക്കുന്നത്. അതിനുമുമ്പ് ഞാൻ വായിച്ചിട്ടൊന്നും കണ്ടിട്ടുണ്ട്. അടുത്തൊരു വീട്ടിലൊക്കെ അങ്ങനെ നോക്കിയിട്ടല്ലാതെ ഞാനിത് എടുത്ത് വായിച്ചിട്ടില്ല. ഒരു ദിവസം അമ്പലത്തിൽ ചെന്ന്, അത് എവിടാന്ന് പോലും ഓർമ്മയില്ല, ഒരു ഭാഗം 3-4 പേപ്പർ. അപ്പം അങ്ങനെ ആണ് ഭക്തൻ നമ്മൾ പരമാത്മാവിനെ അറിയാൻ നമുക്ക് അറിവില്ല. നമ്മൾ കുഞ്ഞുങ്ങളാണെന്നറിയാം, ഭഗവാൻ അറിയാം. പക്ഷെ നിർമ്മലമായൊരു മനസ്സുണ്ടെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ പറഞ്ഞു തരും.
കാരണം വലിയ ബുദ്ധിമുട്ടാണെന്നല്ലേ ഭഗവാൻ അറിയാം. നമ്മൾ വളരെ വളരെ കഷ്ടപ്പെടുമെന്ന് അറിയാം. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഈശ്വരൻ അറിഞ്ഞൂടെ? ഞാൻ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരുവിധമൊക്കെ ഒരു യോഗ്യത വേണം ഈ പറയുന്നതിന്. അങ്ങനെയേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർണ്ണിക്കാം. അത് വേദവ്യാസ മഹാമുനി തന്നെ അതിൽ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കും പുതുമ ഉണ്ടാക്കാം, പക്ഷേ ഭക്തി വേണം. അത് കേൾക്കുമ്പോൾ അതിൽ ചേരണം. അങ്ങനെ നമുക്ക് എന്ത് ഉപമ എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഭഗവാന്റെ നാമം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിത്യേന ചെയ്യുന്ന ഒരു ഭക്തന് നിർമ്മലയായ വിദ്യ താനേ വന്ന് സംഭവിക്കും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും തെറ്റില്ല. അപ്പം മറ്റുള്ള മൂഢന്മാർക്ക്, കാരണം ഭഗവാനിൽ യാതൊരു ഭക്തിയോ ഇതൊന്നും വായിക്കാനോ ഒന്നും നിത്യ ഉപാസന ഒന്നും ഇല്ലാത്ത അജ്ഞാനികൾ, അവർക്ക് സന്ധ്യയ്ക്ക് പോലും ഒരു വിളക്ക് കത്തിച്ച് അവിടെ ഒരു ഓം നമശിവായ എന്ന് പോലും പറയാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവർ മൂഢന്മാർ. അത് മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും തെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് കിട്ടത്തില്ല. എന്താ? അവർക്ക് ഈശ്വര എന്നുള്ള ചിന്ത പോലും ഇല്ല. അവർക്ക് 100,000 ജന്മം അവർ ജനിച്ചും മരിച്ചും എന്നാലും എന്താ അവർക്ക് വിദ്യ അവർക്ക് ഉണ്ടാകത്തില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് വിദ്യ ഉണ്ടാകത്തില്ല. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും തെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും സംഭവിക്കത്തില്ല എന്നാണ്. 100,000 ജന്മം കഴിഞ്ഞാലും അവർക്ക് സംഭവിക്കത്തില്ല, വിദ്യ ഉണ്ടാകത്തുമില്ല. ഒരിക്കലും അവർക്ക് കര കയറാനും പറ്റുകയില്ല ഈ ലോകത്തുനിന്ന്. അത് സംസാര സാഗരത്തിൽ സംസാരമായിരിക്കുന്ന ഈ പ്രപഞ്ചം. അതാണ് എന്താ നിത്യേന നമുക്ക് ഒരു ദിവസം തന്നെ 100 കൂട്ടം ദുഃഖങ്ങളും 100 കൂട്ടം വിഷമങ്ങളും അതിൻ്റെ കൂടെ ഇടയ്ക്കൊരല്പം സുഖം ഇങ്ങനെയൊക്കെ കഴിഞ്ഞങ്ങ് പോകും. അറിയാതെ കിടക്കുന്ന അജ്ഞന്മാരാണ്. യാതൊരു വെളിവും ഇല്ല അവർക്ക്. അങ്ങനെയുള്ളവർക്ക് തെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് സംഭവിക്കത്തില്ല. എന്താ? വിദ്യ കിട്ടത്തില്ല, വിദ്യ ഉണ്ടാകത്തില്ല. ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. അതുകൊണ്ട് ഭക്തി, ഭഗവാൻ ഭക്തി സമ്പന്നന്മാർ എന്താണ്? നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് നമുക്ക് ധനം ഒരാവശ്യത്തിനല്ല, അത്യധികം ഒരുപാട് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഭക്തി, ഈ ജ്ഞാനം, ഇത് ഒരു സമ്പത്തായിട്ട് സമ്പാദിച്ചു കൂട്ടുന്നവരുണ്ട്. ഒരുപാട് കൊടുക്കത്തക്കോണം, മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കോണം ആവശ്യം പോലെ ഉള്ളിൽ വരും. അതാണ് സമ്പാദ്യം. എത്ര പറഞ്ഞാലും അവർക്ക് വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ കൊടുക്കുന്തോറും വിദ്യ ഇങ്ങനെ കുമിഞ്ഞു കൂടും. അതെന്താ? ഭക്തി കൊണ്ട് സമ്പന്നന്മാരാകും അവർ. സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും. അവർ ഏകാന്ത മുക്തന്മാരാ. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്നെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ല. കാരണം കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ഭക്തി എത്രയായാലും ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കഷ്ടമല്ലേ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് അവരെ കൂടെ കൂടുമ്പോൾ എന്തുവരും? നമുക്ക് അത്രയും സമയം ഈശ്വരനിലേക്കുള്ള ആത്മാർത്ഥത ഒന്ന് കുറയും. കാരണം മറ്റ് കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയല്ല, ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി തന്നെ നമ്മൾ 2 ദിവസം ഇന്ന് 2 ദിവസത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ അത്രത്തോളം നമുക്ക് പരമാത്മാവിലേക്കുള്ള ആ ശ്രദ്ധ ഒന്ന് കുറയും. എത്രയൊക്കെ പ്രവൃത്തിയിൽ കൂടെ ചെയ്യുന്നത് പറഞ്ഞാലും അതിലേക്ക് അങ്ങ് പോകും മനസ്സ്. അപ്പോഴെന്ത് വരും? കുറയും. അതുകൊണ്ട് ഏകാന്തത വേണം. അത് ദൈവം തന്നെ നമ്മളെ ഏകാന്തതപ്പെടുത്തും. അതിന് നമ്മൾ അവിടെ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട. ഈശ്വരൻ്റെ കഥകൾ, ഈശ്വരൻ്റെ വചനങ്ങൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ നമ്മളിങ്ങനെ സന്തോഷം കൊണ്ടങ്ങ് ഇരുന്നാൽ ഭഗവാൻ നമ്മളെ ഒറ്റയ്ക്കാക്കി എല്ലാവരിൽ നിന്ന് ഒഴിച്ച് നമ്മളെ മാറ്റും. നമുക്ക് ബാക്കി ഈ ലോകത്തിലുള്ള സർവ്വകാര്യങ്ങളും ദൈവമേ എനിക്കത് വേണം ഇതുകൊണ്ടൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞാലും പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ പറയേ വേണ്ട. ഈശ്വരനെ എത്ര പെട്ടെന്ന് അതൊക്കെ നമ്മളെ മാറ്റി ഒറ്റയ്ക്കാക്കും. അതാണ് ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരാണ്. അവർ ഒറ്റയ്ക്ക് തന്നെ അവർ കാരണം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലേ കൂട്ടുകൂടാൻ പറ്റൂ. ഈ ലോകത്തിലുള്ള ആരോട് കൂട്ടുകൂടിയാൽ നമുക്ക് ഏകാന്തത മാറി വേറെന്തെങ്കിലും ആയി പോവത്തില്ലേ? നമ്മൾ ഈ ലോകത്തിലേക്കുള്ള ശ്രദ്ധയിൽ പോവത്തില്ലേ? അത് ഈശ്വരൻ അനുവദിക്കത്തില്ല. നമ്മൾ പോകാതെ നമുക്ക് അതല്ല ഇത് കണ്ട് പോകാനുള്ള ചിന്ത ഉണ്ടെങ്കിൽ പോകാൻ പറ, പൊക്കോ, ഇവിടെ എന്താ ഒരു കുഴപ്പമില്ല, നീ പൊക്കോ, നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഏകാന്തം എടുത്തോ, അപ്പോൾ ഞാൻ സഹായിക്കാം. അല്ലാതെ നിനക്ക് ഇത് വേണ്ട മറ്റത് മതിക്ക് നീ നിന്റെ ബന്ധുക്കളോട് കൂടി അവിടെ കിടന്നു. അതിന് ഈശ്വരൻ പക്ഷെ നമുക്ക് വരുന്ന ദുഃഖങ്ങൾ ദുരിതം കൂടെ അനുഭവിച്ചോണം, അത്രേ ഉള്ളൂ. അത് അമൃത് കഴിച്ചിട്ട് അമേദ്യത്തിന് പോകത്തില്ല ആരും. ഇത് ആനന്ദം കണ്ടവരാരും
മറ്റ് രീതിയിലേക്ക് പോകില്ല. ഒരു ദിവസത്തേക്ക് നമ്മുടെ ആൾക്കാരല്ലേ, അതല്ലേ ഒന്ന് സഹായമല്ലേ എന്നൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും, സഹകരിക്കും എന്ന് കരുതി അതിലേക്കുള്ള ഭ്രമം മനസ്സ് പോകാതിരുന്നാൽ മാത്രം മതി. ഞാൻ അങ്ങനെ എൻ്റെ മനസ്സ് പോക്കത്തില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ ആവുന്നൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ പിറ്റേന്നും കിടപ്പാവും. ഇപ്പം അങ്ങനെ 8-9 ദിവസം കൊണ്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു, ഭർത്താവിന് വേണ്ടി. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ഈശ്വരനെ തന്നെ വെച്ചേക്കുക, അല്ലെങ്കിൽ എനിക്കിത് ഈ ആനന്ദം അവിടെ കിട്ടാതെ പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് എങ്ങോട്ടും വിടാതെ അത് പരമാത്മാ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരാ ഇല്ല ഏതും സംശയമോത്ത ഒരു സംശയവും വേണ്ട. അതിന് ഈശ്വരൻ അങ്ങനെ വഴി തന്നിരിക്കും. കൈ പിടിക്കാൻ ഇപ്പോൾ കൈക്കെല്ലാം വേദന, ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പുസ്തകം പിടിച്ചപ്പോൾ തന്നെ കൈ നൂരുന്നില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷവും മാറ്റം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അതിന് യാതൊരു സംശയമില്ലാതെ നമ്മളെ ഏകാന്ത ഭക്തിക്ക് വേണ്ടി നമ്മളെ ഒരുക്കും. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. അതായത് ഈശ്വരഭക്തിയാകുന്ന അമൃത് ലഭിക്കാത്തവർ ത്വൽഭക്തി, ത്വൽ ഈശ്വരൻ, ഭക്തി ഈശ്വരഭക്തി. അപ്പോൾ ഈശ്വരഭക്തിയാകുന്ന സുധ അമൃത്. അപ്പം നമുക്ക് ഈശ്വരനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് സുധ കിട്ടും, അമൃത അങ്ങനെ കിട്ടും. അമൃത് അത് അത്രത്തോളം ആകുമ്പോഴാണ് അത് വന്നാൽ പിന്നെ നമുക്ക് ആ അമൃത് ഇതുവരെയും കിട്ടിയിട്ട് ഇതുവരെയും നമുക്ക് അതിൽ നിന്ന് നമുക്ക് പോയിട്ടില്ല. എന്താ കാരണം നമ്മൾ അങ്ങനെയുള്ള വഴി കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇതിൽ വിട്ട് വേറെ പോയാലല്ലേ അത് പോവുള്ളൂ. അല്ലെങ്കിൽ ആ സുധ, ആ അമൃത് നമ്മൾ തന്നെ എപ്പോഴും കാണും. അത് ഇതുവരെയും അത് 10-40 വയസ്സിന് മുമ്പ് കിട്ടിയൊരു കാര്യം ഇതുവരെ എനിക്കതിൽ നിന്ന് പോയിട്ടില്ല. എനിക്ക് എപ്പോഴും ഇത് അമൃത് തന്നെയാണ്. ത്വൽഭക്തി സുധ അമൃത്. സുധാഹീനന്മാരായുള്ളവർക്ക് അമൃത് ഈശ്വരഭക്തി ഇല്ലാത്തവർക്ക് സുധ കിട്ടത്തില്ല. അതുകൊണ്ട് ഈശ്വരഭക്തിയാകുന്ന അമൃത് ഹീനന്മാർ ലഭിക്കാത്തവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ഒരു സ്വപ്നം പോലും കാണണ്ട. എനിക്ക് മോക്ഷം കിട്ടും, ഒരു സ്വപ്നം ഉറക്കത് സ്വപ്നം കാണത്തി, അതുപോലും കിട്ടത്തില്ല. ത്വൽഭക്തി, ഭഗവാനിൽ ഭക്തി വന്നെങ്കിൽ മാത്രമേ സുധ കിട്ടൂ, അമൃത് കിട്ടൂ. അപ്പോൾ ആ അമൃത് ഇല്ലാതിരിക്കും. ഭക്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അമൃതില്ല. അങ്ങനെയുള്ളവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യ അമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. അഗസ്ത്യ മഹാമുനി പറയുന്നു, ശ്രീരാമ, ഇതൊക്കെ അഗസ്ത്യ മഹാമുനി പരമാത്മാവാൻ ശ്രീരാമനോട് ഇത്രയും പറയുവാണ് ഈ കഥകളൊക്കെ. അപ്പോൾ ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തി, അത്രമാത്രം അറിവിൻ്റെ മൂർത്തി, ശ്രീ രമണാത്മാ രാമ കാരുണ്യ അമൃത സിന്ധു. കാരുണ്യം അമൃത സിന്ധു, സമുദ്രം പോലെ കാരുണ്യമുള്ള ഭഗവാനെ അമൃത്. സമുദ്രം എത്ര ഉണ്ട് അതുപോലെ പരമാത്മാവിൽ അമൃത്. അങ്ങനെയുള്ള ഭഗവാനെ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ഞാൻ എന്തിനാ ഇങ്ങനെ കൂടുതൽ പറഞ്ഞ ഈ അഗസ്ത്യ മഹാമുനി പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധു സംഗതി, സജ്ജന സംസർഗം. സാധു സജ്ജനം, അല്ല പാവപ്പെട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. സജ്ജനത്തിനെ സാധു എന്ന് പറയുന്നത് നല്ല സാത്വികരായ ഈശ്വരഭക്തന്മാരെയാണ് സാധു എന്ന് പറയുന്നത്. അവർക്ക് അഹങ്കാരമില്ലാത്തതുകൊണ്ട് സാധുക്കൾ എന്ന് പറയാം. അതേസമയം എത്ര പാവപ്പെട്ടവനും ചിലപ്പോൾ അഹങ്കാരം വരും. പാവപ്പെട്ടവർക്ക് ജന്മന തന്നെ അഹങ്കാരികളുണ്ട്. അവർക്ക് വകയും മുതലും ഒന്നുമില്ല, വെറും പട്ടിണിപ്പാവങ്ങളാണെങ്കിൽ പോലും അഹങ്കാരം ഒട്ടും മാറാത്ത ചിലരുണ്ട്. ഒരിയേക്കില്ലെങ്കിലും നായുടെ ഗമ കാണിക്കുന്ന നമ്മൾ പണ്ടൊരു പഴമൊഴി കേട്ടിട്ടില്ലേ, അതുപോലെ. അതുകൊണ്ട് സാധു സംഗതി, സജ്ജന സംസർഗം, സംഗതി ചേർച്ച, സാധുക്കളോടല്ല സംസർഗം, അത് തന്നെ മോക്ഷ കാരണമെന്ന്. അതാണ് മോക്ഷത്തിന് കാരണം. അപ്പോൾ എന്താ വരുന്നത്, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. സജ്ജനങ്ങളുടെ വായിൽ വരുന്നതെല്ലാം ഈശ്വരകാരുണ്യ കഥകളാണ്, ഈശ്വരനാമങ്ങളാണ്. അതിൻ്റെ വ്യാഖ്യാനം എല്ലാം ശ്രദ്ധിക്കുമ്പം പരീക്ഷിത മഹാരാജാവ് എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് പോയത്? ശ്രീശുഖ മഹാമുനിയുടെ വാക്കുകൾ കേട്ടിട്ടാണ്, ഈശ്വര കഥകൾ കേട്ടിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സാധുക്കൾ ഭക്തന്മാരുടെ സജ്ജനങ്ങളുടെ സംഗതി ചേർച്ച അവരോട് കൂടുന്നത് കൊണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കൂടാൻ പറ്റാവൂ. വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുമോ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകാത്ത എന്താ, അവർ സാധുക്കളല്ലാത്തതുകൊണ്ടാണ്. ഭക്തന്മാരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭർത്താവായാലും മറ്റ് മക്കളായാലും നമുക്ക് ചേർച്ച, നമ്മളോട് സംഗതി ചേരുമെങ്കിൽ നമുക്ക് കളയണ്ട. അവരും നമുക്കൊത്ത് നിൽക്കും. നമ്മൾ നാമം ചെല്ലുമ്പോഴും നമ്മളെ സഹായിക്കുകയും നമ്മളോടൊപ്പം ഇരുന്ന് ഈശ്വരാരാധന കേൾക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണോ
എന്നാൽ നമുക്ക് അവരെ തള്ളിക്കളയേണ്ട കാര്യമില്ല. അത് നമുക്ക് നന്മയുണ്ടാകും. അവർക്ക് നമുക്ക് കുറെ കൂടെ കൊടുക്കാനും അവർക്ക് അല്ലെ അവർക്ക് നന്മയുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന്റെ കഥകൾ നന്നായി രസിക്കാമല്ലോ. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരു വീട്ടിൽ അങ്ങനെ എല്ലാവരും ഇല്ല, മിക്കവാറും കിട്ടത്തില്ല. അതുകൊണ്ട് സാധു സംഗതി, സജ്ജന സംസർഗം, സംഗതി ചേർച്ച തന്നെ മോക്ഷ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്ന മഹത്തുക്കൾ ഇങ്ങനെ പറയുന്നു. അത് സജ്ജന സംസർഗമാണ് മോക്ഷത്തിന് കാരണം. അപ്പോൾ നമുക്ക് ഭക്തി വർദ്ധിച്ചിട്ട് നമുക്ക് അവസാനം നന്നായി ഭഗവാനോട് ചേരാൻ പറ്റും. അപ്പോൾ ഭഗവാന്റെ കൃപയെ ആ അമൃത് നമുക്ക് എന്നും നമുക്ക് നിരന്തരം നമുക്ക് അമൃത് സേവിക്കാം, അമൃത് നമുക്ക് രുചിച്ചറിയാം, ആ അനുഭൂതി നമുക്ക് അനുഭവമായി വരും. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. അപ്പോൾ സാധുക്കൾ ആരാ? ഭക്തന്മാരാരാ? സമചിത്തന്മാരാ. എൻ്റേതെന്നുള്ള മമത ഇല്ലാത്തവരാ. അന്യ കൊച്ചിനെയും നമ്മുടെ കുഞ്ഞിനെയും ഒരുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ നമുക്കും ഉണ്ടല്ലോ പ്രസവിച്ച കുഞ്ഞുങ്ങൾ. അപ്പുറത്തെ ഒരു വീട്ടിൽ അല്ലെ വേറെ കുട്ടിയെ കണ്ടാലും നമുക്ക് അതും ഇത് ഒന്നായിട്ട് തോന്നും. ഒരു ഭക്തൻ അങ്ങനെയാണ്. ഒരിക്കലും എൻ്റേന്നുള്ള മമത വരും. കാരണം ഈശ്വരൻ്റെ പൈതലായിട്ട് എല്ലാവരെയും കാണാൻ പറ്റും ഒരു ഭക്തന്. അതുകൊണ്ട് സാധുക്കളാകുന്ന സമചിത്തന്മാരാണ്. അവർ സർവ്വത്തിലും സമചിത്തത പാലിക്കും. എന്തിലും സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും ഞാനെന്നും നീയെന്നും ഉള്ള അവസ്ഥയില്ല, രണ്ടെന്നുള്ള അവസ്ഥയില്ല, എല്ലാം ഒന്നായി കാണുന്നതാണ് ഒരു ഭക്തൻ. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. അപ്പോൾ ഈ ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി ബോധിപ്പിക്കും. അത് ഉള്ളത് ഇപ്പം എന്നോടൊപ്പം എനിക്ക് അറിവുണ്ടെന്നല്ല, അല്പമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആഗ്രഹമാവും, എനിക്ക് ഒരു അക്ഷരമേ ഉള്ളെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. അതായത് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് സമചിത്തത ഇല്ലെങ്കിൽ വിചാരിക്കാം, എന്തിനാ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ മക്കൾക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നത് കാണത്തില്ലേ. ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടെങ്കിൽ പോലും വേണ്ടെങ്കിൽ ആർക്കും കൊടുക്കത്തില്ല. എനിക്കിപ്പോൾ എന്താണ് മറ്റുള്ള നന്നാക്കിയിട്ട് സമചിത്തത ഉള്ളവരങ്ങനെ ആവത്തില്ല. എത്രയും കൊടുക്കാൻ നോക്കും, വേണ്ടുന്നവർക്ക് ഉള്ളത് മൊത്തം കൊടുക്കാൻ നോക്കും. അതാണ് സമചിത്തത. കാരണം അവിടെ ഞാനെന്ന് നീയെന്ന് ഇതിപ്പോൾ എന്തിനാ ഇപ്പം എനിക്കിപ്പം ഇതെന്നല്ല, വേറൊരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ പ്രസവിച്ച മക്കൾക്ക് തന്നെ കൊടുക്കണം എന്ന് കരുതി ഇരിക്കത്തില്ല. അത് പങ്കിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ ശ്രമിക്കും സമചിത്തതയുള്ളവർ. അവിടെ എൻ്റെ കുഞ്ഞെന്നും നിൻ്റെ കുഞ്ഞെന്നും അങ്ങനെ രണ്ടില്ല, ഞാനെന്നും നീ എന്നുള്ള അവസ്ഥ ഒരു ഭക്തനില്ല. അതുകൊണ്ടാണ് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ഭക്തന്മാരായി നിവൃത്ത അഖില കാമന്മാരായി ഇഷ്ട അനിഷ്ടപ്രാപ്തികൾ രണ്ടിന് സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ട ആചാരിക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥ ശ്രവണേ രതിയുണ്ടാകും. ഇതിനർത്ഥം ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞ സമയം പോയി. അപ്പോൾ അങ്ങനെയുള്ള ചേതസി ഇങ്ങനെയുള്ള ഭക്തന്മാരോട് കൂടുമ്പോൾ എന്തുവരും? ഭഗവത് കഥ കേൾക്കുമ്പോൾ ശ്രവണം കേൾക്കുമ്പോൾ രതി ഉണ്ടാവും. എന്താ ഈ രതി? ആത്മീയമായ രതി. അത് പരമാത്മായി ലയിക്കുന്ന ആ കർപ്പൂരം അഗ്നിയും കൂടെ കത്തി ലയിക്കുമ്പോൾ ഒരു രതി, ആ ഒരു നിർവൃതി, അങ്ങനെ ലയിച്ച് പരമാത്മാ ചേർന്ന് ഒന്നാകുന്ന ഒരു രതിയുണ്ട്, അതുണ്ടാകും. ഞാനത് അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ബാക്കി പറയാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖലോഭത്. ഒരുപാട് സമയം പോയി. എല്ലാവർക്കും സുഖം ഭവിക്കണം, എല്ലാവർക്കും ആനന്ദം അനുഭവിക്കണം, പരമാത്മാവിൽ ലയിക്കണം. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം.